പ്രയോഗത്തെക്കുറിച്ചൊരു വീഡിയോ എടുക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിച്ചിരിക്കുക. ആ സമയത്താണ് തൃശ്ശൂർ ഈ ദുരന്തം നടക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ അവസ്ഥ ഇപ്പം വന്നു ചേർന്നിരിക്കുകയാണ്. കരിമരുന്ന് പ്രയോഗം ക്ഷേത്രത്തിനും ക്ഷേത്രാചാരങ്ങൾക്കും യോജിച്ച ഒരു പരിപാടിയേ അല്ല. അത് ഒഴിവാക്കേണ്ടത് തന്നെ. കാര്യം മനുഷ്യൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ വരുന്നത്. അപ്പം കൊടൂരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുകയും അന്തരീക്ഷത്തെ മലിനീകരിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇത് പാരമ്പര്യമല്ല. അതാര് വാദിച്ചാലും ശരി, ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു സംഭവമല്ല. എത്ര ഹിന്ദുത്വവാദികൾ വന്ന് വാദിച്ചെന്ന് പറഞ്ഞാലും ഇത് പാരമ്പര്യ സാധനമല്ല. ഇതിൻ്റെ ബേസ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് വന്യമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു കരിമരുന്ന് പ്രയോഗം. ഈ കരിമരുന്ന് പ്രയോഗം കൊണ്ട് ആ ക്ഷേത്രത്തിൽ ഉത്സവത്തിനായിട്ട് വന്നു ചേരുന്ന ആൾക്കാർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കരിമരുന്ന് പ്രയോഗം ഉപയോഗിച്ചിരുന്നത്. കാട്ടുജീവികളെയൊക്കെ ഓടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതെന്ന് നാട്ടുകാരെയും മറ്റുള്ളവരെയും ദൂരെയുള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന കരിമരുന്ന് പ്രയോഗം ചെറിയ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യൻ്റെയും പണത്തിൻ്റെ ഹുങ്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, കുറേ കരക്കാരുടെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കുറേ മനുഷ്യരെ കുറേ സമയത്തേക്കെങ്കിലും വലയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറേ ജീവജാലങ്ങളെയും വലയ്ക്കുകയാണ് ചെയ്യുന്നത്. ആനയെപ്പോലുള്ള ജീവികളെ കൊണ്ട് നിർത്തിവെച്ചാണ് ഈ കരിമരുന്ന് പ്രയോഗം നടത്തുന്നത്. അതിന് ഇത് ചില സമയത്ത് അതിന് മതം പൊട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ചൂട് അനുഭവിച്ച് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിച്ച് നിൽക്കുന്ന ഒരു ജീവിയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഇടയും. അത് കരിമരുന്ന് പ്രയോഗത്തിൽ മരിക്കുന്ന ആൾക്കാരുടെ 10 ഇരട്ടി ആൾക്കാരെ ചവിട്ടിക്കൊല്ലുകയും അതുപോലെ തന്നെ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ അത് ആൾക്കാർ തമ്മിൽ ഈ പറയുന്ന കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടവും അതുപോലെ തന്നെ തിക്കിലും തിരക്കിൽപ്പെട്ടുണ്ടാകുന്ന അപകടവും ഒന്നും ചില്ലറ അപകടങ്ങളൊന്നും അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ കൂടുമ്പോഴത്തേക്ക് ഈ പറയുന്ന അപകടങ്ങൾക്കെല്ലാം സാധ്യത അവിടെ കിടക്കുമ്പോൾ സർക്കാർ അതിനകത്ത് ഈ മതത്തിൻ്റെ പേരിൽ അതിനെ പ്രീണിപ്പിച്ചുകൊണ്ട് നിലനിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. സർക്കാർ അതിനെ ഭയക്കുകയും വേണ്ട. കോടതിയും സർക്കാരും എല്ലാം ചേർന്ന് ഇടപെട്ട് ഈ പറയുന്ന സംവിധാനം നല്ലപോലെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സംവിധാനമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ക്ഷേത്രത്തിലെ ആചാരങ്ങളെന്ന് പറഞ്ഞാൽ അവനവനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, ആത്മസംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ക്ഷേത്രത്തിന്. അല്ലാതെ ഒരുത്തൻ്റെ അഹങ്കാരം വർദ്ധിപ്പിച്ച് കാണിക്കാനുള്ള ഒരു സംവിധാനവും ക്ഷേത്രം ഉദ്ദേശിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കണമെന്ന് ഒരു ഭഗവാനും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ കോളാമ്പി വെച്ച് ബഹളം ഉണ്ടാക്കി മനുഷ്യരുടെ സ്വസ്ഥ ജീവിതത്തെ നശിപ്പിച്ച് ഈ പറയുന്ന പ്രഭാഷണങ്ങളും ഈ പറയുന്ന കീർത്തനങ്ങളും എല്ലാം കേൾപ്പിക്കണമെന്നും ഒന്നും ഒരിടത്തും ഒരു വേദഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്ത് മനുഷ്യനെ വായിക്കാൻ അറിവില്ലാത്ത കാലത്ത് ഇതൊക്കെ കേൾക്കുന്നതായിരുന്നു ആവശ്യം. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ആവശ്യമുള്ളവന് തേടിപ്പിടിച്ച് വായിക്കാനും പഠിക്കാനും ഉള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അന്ന് കോളാമ്പി വെച്ച് കേട്ടെങ്കിലേ പറ്റത്തുള്ളായിരുന്നു. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് കരിമരുന്ന് പ്രയോഗവും. പണ്ടത്തെ കാലത്ത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് അത് അഹങ്കാരത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കേണ്ട സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആനപ്പുറത്ത് എഴുന്നള്ളതിപ്പിക്കുന്ന ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല ഞാൻ ആനപ്പുറത്ത് എഴുന്നള്ളത്തുള്ളെന്ന് പറഞ്ഞിട്ടില്ല. ഇത് മനുഷ്യരുണ്ടാക്കി വെച്ച സംവിധാനങ്ങളാണ്. ഈ പറയുന്ന ആനപ്പുറത്ത് എഴുന്നള്ളിക്കുക, അപ്പോൾ എൻ്റെ ഭഗവാനെ മറ്റുള്ളവരെയൊക്കെ ഉയരത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണത്. അവനവൻ്റെ ആത്മസംസ്കരണം നടത്താനുള്ള സംവിധാനമാണ് ക്ഷേത്രമെന്ന് 100 തവണ പറഞ്ഞു കൊടുത്താലും ഇവർക്ക് ആർക്കും തലയിൽ കയറാത്ത എന്താണ്? അഹങ്കാരത്തും കാണിക്കാനുള്ള ഒരു സംവിധാനമല്ല ക്ഷേത്ര സംവിധാനം. വേദ സംസ്കാരമോ ഹിന്ദു സംസ്കാരമോ ഒന്നും അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്.